ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അവരുടെ ഓപ്പണിംഗ് പെയറാണ് സഞ്ജു സാംസൺ ആൻഡ് ഋതുരാജ് ഗെയ്ക്വാഡ്. ഇപ്പോൾ രാജസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസിൻ്റെ കൂടുതലുണ്ട് ഈ രണ്ട് പ്ലേയേഴ്സിന്. ഋതുരാജ് ഗെയ്ക്വാഡ് ചെന്നൈയുടെ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണ്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിട്ട് ഒരുപാട് വർഷം കളിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ ഇപ്പം കത്തി നിൽക്കുന്ന ഒരു താരമാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് രാജസ്ഥാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇനി രാജസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ഹെറ്റ്മേർ ആൻഡ് ഡൊണോവൻ ഫെരേര. അവർ മിഡിൽ ഓർഡറിൽ ഈ രണ്ട് പേരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ദക്ഷിൺ സെനഗ ഒരു മാച്ച് വിന്നറാണ്. അപ്പോൾ സ്വന്തം വില അറിയാത്ത ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് വേൾഡ് കപ്പിൽ എങ്ങനെയാണ് സെനഗ ഒറ്റയ്ക്ക് ഒരു മാച്ച് അടിച്ച് ജയിപ്പിക്കാൻ പോയത്. ജയിച്ചില്ല എങ്കിൽ പോലും അതൊരു ഹിസ്റ്റോറിക്കൽ ഇന്നിങ്സ് ആയിട്ട് മാറി. എങ്ങനെ രവി ബിഷ്ണോയി ഈ സീസണിൽ നല്ല രീതിയിൽ ബോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വലിയൊരു ഹ്യൂജ് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ബാക്കി എല്ലാം സെറ്റാണ്. ജോഫ്ര ആർച്ചർ സ്ട്രൈക്ക് ബോളറുണ്ട്. രവീന്ദ്ര ജഡേജ എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 4 ഓവർ ബാങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ എന്ന് പറയുന്ന അവർ വിശ്വസ്തനായിട്ടുള്ള ഒരു ബോളറാണ്. സോ ബോളിങ്ങിൽ അവർക്ക് കുഴപ്പമില്ലാത്ത ദേശ്പാണ്ഡെ കൂടെ വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാത്തൊരു ബോളിംഗ് സൈഡായിട്ട് അവർ മാറുന്നുണ്ട്. ബാറ്റിംഗിൽ നോക്കുകയാണെങ്കിൽ ഒരു യങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ്. സോ രണ്ട് ടീമിൻ്റെ നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ബോളിങ്ങിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആണ് ചെന്നൈക്കാട്ടിൽ. ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റിങ്ങിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ബ്രവീസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയും പറയാൻ പറ്റത്തില്ല. സോ അതാണ് രണ്ട് ടീം. ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ക്യാപ്റ്റൻ അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. ഋതുരാജ് ഗെയ്ക്വാഡിനെ അല്ലെങ്കിൽ റയാൻ പെരേര കഴിഞ്ഞ വർഷം ചെറുക്കൻ ചില മാച്ചുകളിൽ ക്യാപ്റ്റൻ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. ഈ രണ്ട് ടീമിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊരു സ്ലൈറ്റ് എഡ്ജ് രാജസ്ഥാൻ റോയൽസ് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 52 ഫോർ രാജസ്ഥാൻ റോയൽസ്, 48 ഫോർ ചെന്നൈ സൂപ്പർ കിങ്സ്. ബ്രവീസും കൂടി ഇല്ലാത്ത സ്ഥിതിക്കാണ് ആ ഒരു സ്ലൈറ്റ് എഡ്ജ് ഞാൻ രാജസ്ഥാൻ റോയൽസിന് കൊടുക്കുന്നത്.